നമസ്കാരം. രാജ്യവിരുദ്ധ നടപടികളുമായി വീണ്ടും പിണറായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നേറ്റിവിറ്റി കാർഡ് നുഴഞ്ഞുകയറ്റക്കാർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയുള്ളതാണ്. ഒരാളും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ വരരുത് എന്ന് പിണറായി വിജയന്റെ പ്രസ്താവന ദുരൂഹത സൃഷ്ടിക്കുന്നത് തന്നെയാണ്. നീക്കം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അയോഗ്യർ പുറത്തായതോടുകൂടിയാണ് ഈ നീക്കമുണ്ടായത്. ഇപ്പോൾ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഫോട്ടോ പതിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് നൽകാൻ ഇന്നലെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ആധാർ കാർഡ് അടക്കം നിരവധി രേഖകൾ നിലവിൽ ഭാരതത്തിലുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വേണ്ടി വരുന്ന ഒന്നല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വേണ്ടി വരികയുള്ളൂ. എന്നിട്ടും എല്ലാവർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനാൽ ദുരൂഹത വലിയ രീതിയിൽ ഉയരുകയാണ്. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അത് ആശങ്കാജനകമാണെന്നും ഒരാൾ താൻ ഈ നാട്ടിൽ ജനിച്ച് ജീവിക്കുന്നയാളാണെന്നോ സ്ഥിരം താമസക്കാരനാണെന്നോ ആരുടെ മുന്നിലും അനായാസം തെളിയിക്കാൻ പ്രാപ്തനാക്കുമെന്നും അത് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായ രേഖകൾ ഇല്ലാത്തവരെ പുറത്താക്കിയിരുന്നു. അത്തരക്കാർക്ക് തിരിച്ചറിയൽ രേഖ നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള 6 മാസം സംസ്ഥാനത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. ഫോട്ടോ പതിച്ച കാർഡ് രൂപത്തിലുള്ള ഇത് ദുരുപയോഗം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഹിംഗ്യൻ, ബംഗ്ലാദേശികളടക്കം നിരവധി പേരാണ് വ്യാജ ആധാർ കാർഡുകളുമായി കേരളത്തിൽ എത്തിയിട്ടുള്ളത്. നിരവധി പേർ പിടിയിലായിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ നേറ്റിവിറ്റി കാർഡ് നൽകുന്നതോടെ പൗരത്വ രേഖയായി ഇവർക്ക് ഇതിനെ ഉപയോഗിക്കാനാകും, ഇവർക്ക് ഇതിനെ ഉയർത്തിക്കാട്ടാനാകും. മാത്രമല്ല, പൗരത്വ രേഖ നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. അത് മറികടന്നാണ് സംസ്ഥാനം പൗരത്വ രേഖയ്ക്ക് തുല്യമായി ഉപയോഗിച്ചേക്കാവുന്ന കാർഡ് നൽകാൻ ഒരുങ്ങുന്നത്. നേറ്റിവിറ്റി കാർഡിനായി നിയമനിർമ്മാണം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു നിയമനിർമ്മാണം അംഗീകരിക്കണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് വേണം. ഗവർണർ എന്തായാലും ഒപ്പുവെക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭയിലേക്ക് ഈ ബിൽ അയച്ചാൽ ഗവർണർ ഒപ്പിടില്ല. കേന്ദ്ര നിയമം പ്രശ്നമുള്ളത് കൊണ്ട് രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുകയെ ഗവർണർ ചെയ്യുകയുള്ളൂ. അങ്ങനെ ആ സ്വപ്നം രാഷ്ട്രപതി ഭവനിൽ എന്നേക്കുമായി ഒതുങ്ങും. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പരിഹാരമെന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ഈ കാർഡിനെ ഉയർത്തിക്കാട്ടുമ്പോൾ വരാനിരിക്കുന്നത് വലിയ നിയമക്കുരുക്കുകളാണ്. ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രയോഗ്യതയും അതോടൊപ്പം തന്നെ നിയമപരമായ സാധുതയും പരിശോധിച്ചാൽ ഇത് വെറുമൊരു പ്രഹസനമാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനൊപ്പമാണ് നിയമനിർമ്മാണം എന്ന പ്രഖ്യാപനവും ഉണ്ടായത്. നിലവിൽ രാജ്യത്ത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. പൗരത്വ നിയമപ്രകാരം ദേശീയ പൗര രജിസ്റ്ററും ദേശീയ തിരിച്ചറിയൽ കാർഡും നടപ്പിലാക്കാൻ വ്യവസ്ഥയുണ്ട്. കേന്ദ്രത്തിന്റെ ഈ അധികാര പരിധിയിലേക്ക് കടന്നുകയറി കേരളം നൽകുന്ന ഒരു കാർഡ് പൗരത്വത്തിന്റെ തെളിവായി എവിടെയെങ്കിലും അംഗീകരിക്കപ്പെടുമോ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനിടെ വിഘടനവാദമാണ് ഇതിന് പിന്നിലെന്നാണ് BJP പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിമർശനവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. നേറ്റിവിറ്റി കാർഡിൽ സാധ്യതാ പഠന ടെൻഡർ കേരളം വിളിക്കുമോ എന്നാണ് ഉയർന്ന അടുത്ത ചോദ്യം. എങ്കിൽ കുറേ തുക ഖജനാവിൽ നിന്ന് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള സാധ്യതയാണോ ചർച്ചകളിലൂടെ ഉണ്ടാകുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. അതായത് ഫണ്ട് അടിച്ചു മാറ്റാനാണോ CPM ശ്രമിക്കുന്നത്? ആധാർ കാർഡ് പോലും പൗരത്വത്തിന്റെ തെളിവല്ല എന്നും അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടിരിക്കെ കേരളത്തിന്റെ നേറ്റിവിറ്റി കാർഡിന് പൗരത്വം തെളിയിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന വിമർശനവും ശക്തമായി തന്നെ വരുന്നുണ്ട്. കോടതിയിൽ ഇത് പ്രധാനമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് വലിയൊരു നിയമ തർക്കമായി മാറും. കാർഡിന്റെ പേരിൽ ടെൻഡർ ക്ഷണിക്കാനും അതിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്താനുമുള്ള ഗൂഢനീക്കമാണ് ഇതിൽ വിലയിരുത്തപ്പെടുന്നത്. AI ക്യാമറ സ്ഥാപിച്ച് ഖജനാവിനുണ്ടാക്കിയ ഭാരിച്ച ചെലവ് പോലെ മറ്റൊന്നാണ് ഈ നേറ്റിവിറ്റി കാർഡ്. ചില ഗൾഫ് മാഫിയകൾ ഇതിനായി ചരടുവലി നടത്തുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ.